ഡിയർ സ്റ്റുഡൻസ്, വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ഇന്നലെ കോളേജിൽ അരങ്ങേറിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോളേജിന്റെ പിറകിലുള്ള മന്ദാകിനിക്കാട്ടിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ ലംഘിച്ച് കാട്ടിൽ പോകുന്ന പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മരണങ്ങളൊക്കെ നടക്കുന്നത് ഗ്രഹണ സമയങ്ങളിലാണ്. ആൻഡ് യു നോ വാട്ട്, ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസമാണ്. നോർത്തേൺ എൻഡ് മാത്രമേ അടച്ചിട്ടുള്ളൂ. നാളെ പൂജാരിമാർ വന്ന് പൂജ ചെയ്യുന്നത് വരെ സദേൺ എൻഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. മന്ദാകിനി നമുക്ക് ചുറ്റുമുണ്ട്. നിനക്ക് എന്താ ദുർഗെ, ഈ പ്രേതം ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രല്ലേ? മന്ദാകിനി കാട്ടിലേക്ക് ആരും പോവാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാ. അപ്പൊ ആ ചേട്ടൻ മരിച്ചതോ? കോളേജുകാർ മന്ദാകിനിക്കട അടച്ചു പൂട്ടിയതോ? ഇതൊന്നും വെറുതെ അല്ലല്ലോ. എടി, അവരാ മന്ദാകിനിക്കാട് അടയ്ക്കാൻ വേണ്ടി ഒരു കാറം നോക്കി നടക്കുമായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോ നേരെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. എന്നാ വാ, ഇതെല്ലാം നുണയാണെന്ന് ഞാൻ തെളിയിച്ചേരാം നിനക്ക്. എങ്ങോട്ട്? മന്ദാകിനി കാട്ടിലേക്ക്. മന്ദാകിനി കാട്ടിക്കോ? നീ ചുമ്മാ തമാശ പറയല്ലേ? ഞാനും വരാം. ഇവള് പറഞ്ഞൊക്കെ പൊളുവാ. നിങ്ങളൊക്കെ സീരിയസ് ആയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഡയലോഗ് അടിച്ചെന്നാ ശരിയല്ല. ഇവിടെ പൊക്കിക്കോ. ആ നാർക്കിലിനെയും കൂട്ടാം. വേണ്ട, ഞാനില്ല. വേണ്ട വേണ്ട, പ്ലീസ് പ്ലീസ് പറഞ്ഞേ. ഞാനില്ല, പ്ലീസ്. ഇല്ലില്ല, ഇന്നിപ്പോ ഭാരതി ടീച്ചറോട് ഹോസ്റ്റലിൽ നിക്കാന്ന് വിചാരിക്കാം. ബഹിഷ്കരണം ഭാരതിയാണോ? ബഹിഷ്കരണം നിന്റെ അമ്മൂമ്മ. ടീച്ചറെ നിക്ക്. പ്രേതമൊന്നുമല്ലടാ, വേറെന്തോ മാജിക്കാണ്. ഓ, ആ കിണറിന്റെ അവിടെ എത്തുമ്പോ എന്തോ സംഭവിക്കുന്നുണ്ടാവും. എന്താന്നാ മനസ്സിലാവുന്നത്? പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ പൂജയൊക്കെ ചെയ്ത സ്ഥലമാ. അതൊക്കെ വെറും പുളുവാടി. നമുക്ക് ഹോസ്റ്റലിൽ തിരിച്ചു പോവാടി. ഒന്ന് വേഗം വാടി. അതൊക്കെ പോയിന്റ് അനാർക്കലി. ഇത്തവണത്തേക്കൊക്കെ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ അന്ന് ഈ ഔദാര്യം ആരും പ്രതീക്ഷിക്കണ്ട. നിന്ന് പരികാതെ ഹോസ്റ്റലിൽ പൊടി. ഇപ്പത്തെ പിള്ളേര് ഇങ്ങനെയാണെങ്കി അടുത്ത ജനറേഷൻ എന്താവോ എന്തോ. നിനക്കൊരു മോളല്ലേ, സൂക്ഷിച്ചോ. അതിപ്പോ തന്നെ വിളഞ്ഞ വിത്ത. ഭാഗ്യം കല്യാണം കഴിക്കാണ്ടിരുന്നു. നിന്റെ നമ്പർ ഉണ്ടോ? ആ, ഒരു മിനിറ്റ്. അവിടെ എങ്ങാനും ഉണ്ടാവും ഗായത്രി. നിനക്കൊരു മോളല്ലേ, അതിപ്പോ തന്നെ വിളഞ്ഞ വിത്ത. നിന്റെ കൂടെ വളർന്നാലേ അവള് വഷളായി പോവുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്റെ ഹസ്ബൻഡ് വീട്ടുകാര് ഭയങ്കര സ്ട്രിക്റ്റ് ആന്നല്ലേ പറഞ്ഞേ? അവളവിടെ വളരട്ടെ, അതാവുമ്പോ കുറച്ച് അനുസരണയൊക്കെ പഠിച്ചോളൂ. എടി, അത് വേണോ? അയാളൊരു സംശയരോഗിയാ. അതിന് അയാൾക്ക് നിന്നെയല്ലേ സംശയം, മോളല്ലല്ലോ. അതല്ല. ആ, പിന്നെന്താ? ഞാൻ പറയാനുള്ള പറഞ്ഞു. എനിക്കൊക്കെ നിന്റെ ഇഷ്ടം. ഒന്നേ ഇല്ലെങ്കിലും ഒലക്കമേൽ അടിച്ച് വളർത്തണമെന്നാ പറയാ.
അയാൾ നിന്നെ ഒരുപാട് തല്ലാറുണ്ടായിരുന്നോ? എപ്പം തല്ലുവിനു. എന്നെ കാണാൻ അച്ഛനെ പോലെ ഇല്ല, ഞാൻ അച്ഛൻ്റെ മോളല്ല എന്ന് പറഞ്ഞാൽ എന്നെ തല്ലാറ്. എൻ്റെ കോളേജിൽ ഞാൻ നിനക്ക് അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നീ അയാളുടെ അടുത്തേക്ക് പോകണ്ട. കാല് മാറ്റണം. ഭഗവാനെ, എൻ്റെ 4ാമത്തെ പ്രേമമാണ് ചേട്ടൻ മുട്ടയിൽ കൂടോത്രം വെച്ച് പൊട്ടിക്കണത്. അയാളെ കൊണ്ട് എങ്ങനെയും ഒന്ന് പ്രേമിപ്പിക്കേ, എന്നാലേ എനിക്ക് പ്രേമിക്കാൻ പറ്റുള്ളൂ. പ്ലീസ്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങൾ തുടരുന്നു. പിന്നെ സ്വർണ്ണമുള്ളോ ഒന്ന് പോരാ. എന്ത് തർക്കുത്തരം പറയുന്നു? നിന്നെ ഞാൻ ചാത്തനെ കൊണ്ട് പിടിപ്പിക്കൂടാ. നിനക്കെന്നെ സൈലൻസ്. മനുഷ്യനോട് പ്രാർത്ഥിക്കണ്ടേ? ഓ, നീ പോടാ തിണ്ടി. സഹോദര ബഹുമാനമില്ലാത്ത മാറികൾ. അല്ലെങ്കിലേ നിനക്ക് കുറെ നാളായിട്ട് അഹമ്മതി കൂടുന്നുണ്ട്. എന്നോടും ചാത്തനോടൊക്കെ പുച്ഛം. ഇത് പിള്ളേർക്കിടയിൽ മുറിമുറുപ്പ് സ്ട്രോങ് ആണ്. പാർട്ടിക്കാർ പറയണത് കാട്ടിലെ മരം മുറിക്കാൻ വേണ്ടി കോളേജിലുണ്ടാക്കിയ കഥയാന്ന. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഒരു എക്സ്പീരിയൻസ് വരുമ്പോ അതൊക്കെ മാറിക്കോളും. ഇവനെ നിനക്കറിയോ? ഇവൻ കാരണമാണ് അന്ന് കാടടച്ചത്. ക്യാൻറ്റീനിലെ മനോജ്. ആ ടൈമിൽ ഞാനും കോളേജിലുണ്ടായിരുന്നു. PG ലാസ്റ്റ് ഇയർ. Think I need me a freak like you. Look like, move like, speak like you. It's just dance, girl. Do your dance, girl. Show 'em what a freak might do. Think I need me a freak like you. ഇപ്പോഴത്തെ പാർട്ടിക്കാരെക്കാളും വലിയ റബലായിരുന്നു ഞാൻ. പലവട്ടം കാട്ടിലേക്ക് പോയിട്ടുമുണ്ട്. അന്നൊരിക്കല് അപ്പോഴാ ഈ പയ്യൻ കാട്ടിലേക്ക് പോകുന്ന കണ്ടത്. ചുമ്മാ ഒരു കൗതുകത്തിന് ഫോളോ ചെയ്തതാ. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അത് ഫോളോ ചെയ്ത് അവൻ പോയി. പിന്നാലെ ഞാനും. കിണറിനടുത്തെത്തിയതോടെ അവന്റെ മുഖഭാവം മാറാൻ തുടങ്ങി. എന്തോ സഹിക്കാൻ പറ്റാത്ത ഒന്ന് കേട്ടതുപോലെ. പിന്നെ പിന്നെ അവനത് ആസ്വദിച്ചു തുടങ്ങി. ആ ഉന്മാദത്തിന്റെ ലഹരിയിൽ അവൻ കണ്ണു തുറന്നു. വേറെ ഏതോ ഒരാളായതുപോലെ. അവൻ
അവനെ കൊന്ന മന്ദാകിനി എന്നെ എന്തിനു വെറുതെ വിട്ടു? എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം അത്. ഉത്തരം കിട്ടാതെ ഞാൻ ഈ അന്വേഷണം നിർത്തുകയില്ല. ഈ പ്രേതം മാത്രം വിശ്വാസം, അതിന് നിന്റെ വിശ്വാസം ആര് ചോദിച്ചു? മോനെ അജി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ നിന്നെ ആ കോളേജിൽ തന്നെ ചേർത്ത് എന്തിനാന്നറിയാം? അത് കോളേജിൽ നടക്കണ അതിനുള്ള അപ്പ ചേട്ടൻ അറിയാൻ വേണ്ടിട്ട്. ആ, അത് മാത്രം ചെയ്താൽ മതി. ഹലോ. ആ ആശാനെ, ആളെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. 17-ാം നൂറ്റാണ്ടിലൊരു തായ്വാനീസ് ചിത്രകാരൻ കൃഷ്ണവർമ്മ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്. കൊട്ടാരത്തിലുള്ളവരുടെ പടങ്ങള് അയാൾ ഒരു ഓട്ടോബയോഗ്രഫി വരച്ചിട്ടുമുണ്ട്. ബുക്ക് കിട്ടിയോ? അതിച്ചിരി പാടായിരിക്കും. കോപ്പിയൊക്കെ നശിച്ചു എന്നാ കേട്ടത്. പിന്നെ ഒരെണ്ണം ഒപ്പിച്ചിട്ടാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ ശരി. കൃഷ്ണ, മന്ദാകിനി കയ്യെത്തും ദൂരത്തുണ്ട്. മാഷേ, അടുത്ത പ്രിൻസിപ്പള് ഭാരതി ടീച്ചറാന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഈ ദിനേശ് ഉള്ളപ്പോഴോ? നടന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നോക്കാം ദിനേശ, അടുത്ത പ്രിൻസിപ്പൾ ആരാവൂന്ന്. കാവ്യെടുത്ത് എത്തിയല്ല തങ്കപുത്രി. കാവ്യല്ല സകവേ, ഓറഞ്ചത്. രണ്ടും ഒന്ന് തന്നെ. ഇവിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം കൂട്ടുന്നതിന്റെ കാര്യം വന്നപ്പോ കണ്ടതാ ചില ആൾക്കാരുടെ പുരോഗമന മോഹം. വേണ്ട, ഭാരതി ടീച്ചർ അത് താങ്ങി. എന്ത് നോക്കിയിരിക്കുക? നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ റൂമിൽ കയറുന്നു. പോടാ, പോ. ഇങ്ങോട്ട് വന്നേ. അവൻ താണ്ടെ റൂമിൽ കയറിയത് നീ കണ്ടില്ലേ? നിങ്ങളെ അനിയൻ മന്ദാകിനെ വിശ്വസിക്കാത്തവർ ഈ റൂമിൽ കയറണ്ട. വിട്ടോ വിട്ടോ, പോയെ. പോ. വേണ്ടല്ലേ? നീയെല്ലാം കൂടെ തന്നെ കാണണേ. അടിച്ചു കയറി വാ. അടിച്ചു കയറി വാ. അതെ, ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ ആരുടെ കിട്ടുക? അതിപ്പോ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നത് അജി മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതെ, എനിക്ക് മാത്സിന്റെ നോട്ടും തരുമോ? താങ്ക്സ്. ഇതെന്താ? ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. ഇതിൽ ട്രൈന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊരു വരാണ്ടില്ലേ? ഭാഗ്യമൊക്കെ അതിൽ പോകും. അതെ, നീ കളിക്കുന്നത് നീങ്ങിയിരിക്കാണ്ട്. The fundamental theorem of calculus is a theorem that links the concept of differentiating a function with the concept.
മെല്ലനെ പറയോ? എങ്ങനെ പറയുമെന്ന്? പതുക്കെ പറയോന്ന്. മെല്ലനെ പറയണല്ലേ? പറയാം, മെല്ലനെ പറയാം. The fundamental theorem of calculus is a theorem. എഴുതി. കൊടുക്കും. പറ സഖാവേ. ഇത് വിളിക്കേണ്ടത് നമ്മളല്ല, മാനേജ്മെന്റാ. നാളെ മുതൽ സമരം തുടങ്ങാണ്, പിള്ളേരെ അറിയിച്ചേക്ക്. എടാ, ഞാനവനോട് പലതവണ പറഞ്ഞു നോക്കി, അവനിപ്പോ കല്യാണം വേണ്ടെന്നാ പറയണേ. തിന്നല്ല തീറ്റിക്കില്ല നാറി. പോട്ടെ. പറവനെ. ആ, അതവന്റെ ഫോണിനെന്തോ കംപ്ലൈന്റ് പറയണ്ടായിരുന്നു. എന്താ കാര്യം? ക്ലാസ്സിൽ പിള്ളേര് ക്യാമ്പയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ കാട് ഓർക്കാനുള്ള സമരം തുടങ്ങാൻ പോത്ര. എല്ലാരും പങ്കെടുക്കണമെന്ന് പറയണ്ടായിരുന്നു. അത് പറയാൻ വിളിച്ചതാ. ശരി. ഇവന്മാർക്കൊക്കെ ഇപ്പൊ ഇതെന്തിന്റെ കേടാണ്? കാട് തുറക്കണത് നല്ലതല്ലേ? അന്ധവിശ്വാസങ്ങളൊക്കെ പോട്ടേന്ന്. അത് മാമന് മന്ദാകിനിയെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. ഡിയർ സ്റ്റുഡൻസ്, വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ഇന്നലെ കോളേജിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ കോളേജിന്റെ പിറകിലുള്ള മന്ദാകിനി കാട്ടിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാനവിടെ ഫസ്റ്റ് ഇയറിന് പഠിക്കുക. പ്രേതമൊന്നുമല്ലടാ, വേറെന്തോ മാജിക്കാണ്. ആ കിണറിന്റെ അവിടെ എത്തുമ്പോ എന്തോ സംഭവിക്കുന്നുണ്ട് അവർക്ക്. എന്താന്നാ മനസ്സിലാവാത്തത്? പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ ചേട്ടാ, ടീച്ചറേ അവിടെ നിൽക്കാൻ. പതുക്കെ നിൽക്കാനാ പറഞ്ഞേ. പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ കരച്ചിൽ. എന്നിട്ടെന്താ, എൻ്റെ ബോധം പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കോളേജിലാണ്. കാട്ടിൽ വീണ ഞാൻ എങ്ങനെ കോളേജിലെത്തി? മന്ദാകിനി ഒരു തമാശയല്ല മാമ. എടാ, എന്റെ ഉപ്പ 10-20 വർഷമായിട്ട് ഇവിടെ സെക്യൂരിറ്റിയാണ്. മൂപ്പര് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട് ഒരു പ്രേതത്തിന് ഇവിടെ. നിനക്ക് ഉറപ്പുണ്ടാ? എന്താ തെളിയിക്കണോ? ആ വേണം. കൂടുതലൊന്നും വേണ്ട. നീ ധൈര്യമുണ്ടെങ്കിൽ കിണറിനോട് പോയിട്ട് സെൽഫി എടുത്തിട്ട് വാ. എന്താ നാളെ പോലെ ഞാനും വരും നിങ്ങളുടെ കൂടെ സമരത്തിന്. ഉപ്പയാണല്ലോ. അപ്പാ, നീ എവിടെയാ? ഞാൻ ബോട്ടണി ഡിപ്പാർട്ട്മെന്റോടെ. നീ എന്നൊന്ന് വീട്ടിൽ കൊണ്ടേയാക്ക്, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ, ഉപ്പ, ഞാൻ പറയുന്ന കേക്കടാ, വേഗം വാ. കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിയോളാം. വാടാ. നാളെ മുതൽ പാർട്ടി ചേരാൻ റെഡി ആക്കും മോനെ.
വീണ്ടും പോണല്ലേ വരുന്നേ? ഇതാണോ പല പോയിന്റാണോ? ആറ് ഇതന്നെയാ. ഇതാണോ ഈ കൃഷ്ണവർമ്മ തമ്പുരാൻ? അങ്ങനെയാണ് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത്. അതേസമയം പുള്ളി ഒറ്റക്കണ്ണനാണെന്നും അത് മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചിത്രം പരസ്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ടൊന്നും അറിയില്ല. ചേട്ടാ, നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ? നിനക്ക് 6 വയസ്സുള്ളപ്പോഴാ അച്ഛനും അമ്മയും നമ്മളെ വിട്ടുപോയത്. മാമനൊഴിച്ച് വേറെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്കൊക്കെ പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്റെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോവോ, നിങ്ങളൊക്കെ ഒറ്റക്കാവെന്ന് ഓർത്തിട്ട്. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, നല്ല സീരിയസ് ആയിരുന്നു. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ടെന്ത്, പോയി പണി നോക്കാൻ പറഞ്ഞു. നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ആ, എല്ലാത്തിനും ഒരു യോഗം ഉണ്ടല്ലോ. അത് വിട്. നിനക്ക് പഠിക്കാനൊന്നുമില്ലടാ. ബുക്കൊക്കെ ഒരു വെച്ചോണ്ടിരിക്കുക. ഏത് വെച്ച്? അവിടെ പഠിക്കുന്ന ടീച്ചറിന് മോളാ, ന്യൂ ജോയിനിങ്. കൃഷ്ണ, ബുക്കൊക്കെ കൊടുത്തു തുടങ്ങി. ഇനി എന്തൊക്കെ കൊടുക്കൂന്ന് കണ്ടറിയാം. അയ്യേ ക്രിഞ്ചി, എനിക്കതല്ല പണി. ഒന്ന് പോചേട്ടാ. എടാ, കൊച്ചു കാണാൻ എങ്ങനെയുണ്ട്? ഒരാവറേജ്. ആവറേജ് ഉള്ളോ? ഒരു ബിലോ ആവറേജ് ആയിരുന്നു ഇവന് ചേർന്നേ. കേട്ടോ. എന്താണ് സംഗീതനെ ആലോചിച്ചിരിക്കണോ? സംഗീതയുടെ മോളൊരു പാവല്ലേ. എന്താ ഒരു ഇളക്കം? താനൊന്ന് പോടോ. പെൺകുട്ടികളില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയൂ. സത്യത്തില് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? അക്ബറിനും സംഗീതയുടെ ഇടയിൽ എന്താ സംഭവിക്കുക? അതൊക്കെ തന്നെ. മതം. പിന്നെ അതിൻ്റെ ഇടയിൽ ഭാരതീയം കൂടി കളിച്ചപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായി. എന്തോ ലവ് ജിഹാദിനോ എന്തൊക്കെയോ പറയാനുണ്ടായി. സംഗീത ടീച്ചറും ഭർത്താവും തമ്മിൽ നല്ല ടേംസിലല്ലാട്ടാ. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും നല്ല ടേംസിലാണ്. മഞ്ഞു കൊള്ളാതെ വീട്ടിൽ പോടാ. പറഞ്ഞ പോലെ സമരം തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇയാളുടെ അമ്മ പറഞ്ഞല്ലേ? ഞങ്ങൾ തമ്മിൽ സംസാരം കുറവാ. ഓക്കെ, എൻ്റെ ചേട്ടൻ പറഞ്ഞ കഥയാണ്, സത്യമാണോ എന്നറിയില്ല. ഒരു കാലത്ത് ഇന്ത്യ മുഴുവനായി വ്യാപിച്ചു കിടന്നിരുന്ന കലിംഗ സാമ്രാജ്യത്തിന് ആദ്യമായി അടിപതറിയത് മൗര്യ രാജാവായ അശോക ചക്രവർത്തിയുടെ മുൻപിലായിരുന്നു. ഇനിയൊരു പരാജയം ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഖരവേല മഹാരാജാവ് ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി തൻ്റെ സാമന്തർ വഴി കലിംഗ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കലിംഗയ്ക്ക് ഇങ്ങ് കേരളത്തിലും പേരുകളുണ്ടായി. കൃഷ്ണവർമ്മ തമ്പുരാന് കീഴിൽ കലിംഗ സാമ്രാജ്യം
ഇവിടെ സമൃദ്ധമായി വളർന്നു. ആ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. ആ രഹസ്യങ്ങളുടെ പൊരുൾ തേടി അനവധി ശത്രുരാജ്യങ്ങൾ വന്നെങ്കിലും ആർക്കും ഉത്തരം കണ്ടെത്താനായില്ല. കരവേല മഹാരാജാവിനും കൃഷ്ണവർമ്മ തമ്പുരാനടക്കമുള്ള അദ്ദേഹത്തിന്റെ സാമന്തർക്കും അവരുടെ അനുയായികൾക്കും മാത്രം ആ രഹസ്യം പകർന്നു പോന്നു. കൃഷ്ണവർമ്മ തമ്പുരാന്റെ മകളായിരുന്നു മന്ദാകിനി, കലിംഗയിലെ രഹസ്യങ്ങളുടെ അവകാശികളിൽ ഒരാൾ. അന്നിവിടെ ഉണ്ടായിരുന്ന ഒരു നീചഗോത്രമായിരുന്നു കപാലം. ഒരു രക്തചന്ദ്ര ഗ്രഹണ ദിവസം 1000-ഓളം പടയാളികളായി കൊട്ടാരത്തിലേക്ക് ആക്രമിച്ചെത്തിയ അവർ മന്ദാകിനിയെ ചിത്രവധം ചെയ്ത് കൊന്നുകളഞ്ഞു എന്നാണ് കഥ. 4-ാം പക്കം ദുരാത്മാവായി തിരിച്ചു വന്ന മന്ദാകിനി കപാലം ഗോത്രത്തെ ഇല്ലാതാക്കി. കൊട്ടാരത്തിന് പുറകിലെ കൊടും കാട്ടിലെ കിണറ്റിലായിരുന്നു അന്ന് മന്ദാകിനിയെ തളച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം കലിംഗ സാമ്രാജ്യം നിലനിന്നിരുന്ന സ്ഥലം ക്യാമ്പസായി മാറി. എന്നാൽ ആ കൊടും കാടും കാട്ടിനുള്ളിലെ കിണറും ഇന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. ഇതൊക്കെ ഉള്ളതാണോ? അതുതന്നെയാണ് ഞങ്ങളെല്ലാവരും സംശയം. പറയുമ്പോ വലിയ എമ്മഡും ഡോക്ടറേറ്റേക്കുള്ള ലെക്ചർമാരാ. പക്ഷേ എങ്കിൽ പ്രയത്ന പേടിയൊക്കെ 10 വയസ്സുടെ വിവരം പോലുമില്ല. നിന്റെ അമ്മേനെ ഉദ്ദേശിച്ചതല്ലാട്ടാ. കുഴപ്പമില്ല. ചേട്ടാ, ഞാനേ ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഏത് കൊച്ച്? മറ്റേ ടീച്ചറുടെ മോള്. ഏതാ ആവറേജ് ലുക്കുള്ള കൊച്ചോ? ആ കൊച്ചെങ്ങനെ ആവറേജ് ലുക്കൊന്നുമല്ല കേട്ടോ. എവിടേക്കോ നല്ല ഭംഗിയുണ്ട്, നല്ല ചിരി. ആദ്യമായിട്ട് പ്രേമം വരാൻ പോവാണോ എന്നൊരു സംശയം എനിക്ക് പോയി. മുട്ടയിൽ കൂടോത്രം വയ്ക്കേണ്ടവരുടെ എണ്ണം 2ആയി. മുളയിലെ നുള്ളിയ കൊള്ള. ഒന്ന് പോയാടാ, ഉള്ള ചീത്തപ്പേര് കളയാൻ നോക്കുമ്പോഴാ പൊക്കം ഓടുന്നു. ഏട്ടനെ കുറ്റം പറയാനും പറ്റില്ല. ഏട്ടൻ നിൽക്കുമ്പോ അനിയൻ പ്രേമിച്ച ആരായാലും മുട്ടയിൽ കൂടുതൽ ചെയ്യും അല്ലേ? ബാ, മുട്ടയ്ക്ക് ഇപ്പൊ എന്താ വല്ല? നാടൻ മുട്ടയാണോ കാടമുട്ടയാണോ? അപ്പൊ പേടിയില്ലല്ലേ? മിണ്ടാനൊരു കാര്യമാ മെല്ലെ അനുരാഗമായി മൗനം ചോരും നീ ചേരും നേരവും എന്തോരം മോഹമായി വന്നോരം എന്റെ മാല കണ്ട ആ ഷെൽഫിൽ എങ്ങനെ നോക്കിയാട്ടാ? ദേഷ്യത്തിന്റെ ഭാഷയൊന്നും വേണ്ട, മുട്ടയിലെ പണിയും ഞാൻ. ഇതിന്റെ ഇപ്പത്തെ പ്രേമുണ്ടല്ലോ അത് ഇല്ലാണ്ടാക്കും ഞാൻ.
പ്രപ്പോസ് ചെയ്താ ഇല്ല മാമ. പോങ്ങൻ ധൈര്യമില്ല കഴിവില്ല മാമ ഗായത്രി ഒന്നുമില്ല. അപ്പൊ ഓക്കെ ബൈ. ആരോ നിലാവിൻ വാതിൽ തുറന്നേ വരുമീ നേരമോ അമ്മേ എവിടെയായിരുന്നു? ബോണ്ണത്താലെ ആരോട് ചോദിച്ചിട്ടാ പോയത്? മുത്തശ്ശി. മുത്തശ്ശി ആരോട് നിന്റെ തള്ള? കുറെയായി സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലേ കയറി ഇറങ്ങാനോടി. ഇനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ഇല്ലെങ്കിൽ കൊണ്ടുവന്നോടെ തന്നെ തിരിച്ചെത്തിക്കാൻ എനിക്കറിയാം. അമ്മേ ഒറ്റ കോള് മതി അയാൾ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. കാണോ നിനക്ക്? ലാസ്റ്റ് വാണിങ്ങ. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ അന്നായിരിക്കും നിന്റെ ഇവിടുത്തെ അവസാന രാത്രി. നിനക്കൊക്കെ അയാളുടെ രീതികൾ തന്നെയാണ് നല്ലത്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മറ്റന്നാൾ കോളേജ് തുറക്കുന്നതോടെ കുട്ടികൾ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ്. മന്ദാകിനിക്കാട് തുറക്കണം പോലും. പക്ഷെ മന്ദാകിനി. അതെ, അതാണ് എൻ്റെ പേടി. ഇതൊക്കെ വെറും മിത്തല്ലേ മാഡം? ഈ ഗണപതി ഒരു മിത്താന്ന് പറയുന്ന പോലെയല്ലേ? പാരദിനേശ. അയ്യോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരം പറയത്തില്ല. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ ടോപ്പിക്. ഇവിടുത്തെ വിഷയം സംസാരിക്കേ. ഭാരതിക്ക് എന്താ തോന്നുന്നത്? അങ്ങ് തുറന്നു കൊടുക്കും ടീച്ചറെ, അതോടെ എല്ലാത്തിന്റെ പ്രശ്നം അങ്ങ് തീരട്ടെ. വല്ലതും പറ്റിയാൽ? പറ്റി അങ്ങ് പറ്റട്ടെ എന്ന് വെക്കണം, അവരുടെ നിർബന്ധം കൊണ്ടല്ലേ. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 4 മാസമായി മന്ദാകിനിക്കാട് തുറക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ചെയ്തു വരുന്ന സമരം ന്യായമാണെന്ന് മാനേജ്മെന്റിന് ബോധ്യമായിരുന്നു. ആയതിനാൽ ഈ ന്യൂ ഇയറിന് മന്ദാകിനിക്കാട് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കുകയാണ്. This number can't be reached right now. Please try later. അണ്ണാ, ഈ പൂജയൊക്കെ അർത്ഥം തോന്നുന്നു. ഇത് ചാത്തനെ വീട്ടിൽ പൂജിച്ച് കുടിയിരുത്തെന്ന് പറയും. വർഷാവർഷം നടക്കുന്ന ചടങ്ങ്. അതായത് തന്റെ സഹോദരങ്ങളെയൊക്കെ കണ്ടിട്ട് ചാത്തൻ വീട്ടിലേക്ക് തിരിച്ചു വരണ ദിവസം. അതുകൊണ്ടാ ഇന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത. അപ്പൊ നിങ്ങളുടെ ന്യൂ ഇയറിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായില്ലേ? തീരുമാനമായി. പാവങ്ങള്. അല്ല, അപ്പൊ അജി കോളേജിൽ പോയതോ? അതിന് അജി ചാത്തനെ ഉപാസിക്കുന്നൊന്നുമില്ലല്ലോ. പൂജയും പഠിച്ചിട്ടില്ല, പൂണൂലും ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ എൻ്റെയും കൃഷ്ണുണ്ണിയുടെയും കാര്യം പറഞ്ഞതാ. ഞങ്ങൾക്ക് ഇന്നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ നോട്ട്സ് എഴുതിയില്ലോ? ഇല്ലടി, എഴുതിയിട്ടില്ല. അവിടെ എത്തിയോ? ഇല്ലടി, ഇന്റർവ്യൂ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. ഞാൻ കോളേജിലേക്ക് വന്നു.
കോളേജിലേക്കോ? ഇപ്പൊ എവിടെ എത്തി? ആ ശരി, ഓക്കെ. എന്താണ് നിന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? അത് ചിലപ്പോ ക്ലൈമറ്റിന്റെയോ. അവിടെ എന്താ അവസ്ഥ? കാട് തുറക്കാൻ പണിക്കാർ വന്നിട്ടുണ്ട്. ഇന്നോ? നാളെ തുറക്കുന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞിരുന്ന്. എന്താന്ന് പറഞ്ഞോണ്ട് അവര് പോയിട്ടുണ്ട്. ചിലപ്പോ ഇന്ന് തുറന്നിട്ട് പ്രവേശനം നാളെ മുതലാവാനും മതി. അറിഞ്ഞൂടാ. തുലാം, വൃശ്ചികം, ധനു. ധനുമാസത്തിലെ ചന്ദ്രഗ്രഹണം പ്രശ്നമാണല്ലോ നന്ദു. ഉപ്പാ, നീ ഒന്ന് പോയ മനാഫേ. അവന്റെ ഒരു മന്ദാകിനി. അതല്ല ഉപ്പ, ഞാൻ പറയണൊന്ന് കേക്ക്. ബർത്ത്ഡേ ചില നാളെ എന്തായാലും ചെയ്യണുണ്ടോ? ശരി, നാളെ കാണാം. കൃഷ്ണ, കാട് തുറക്കുന്നത് നാളെയല്ല, ഇന്ന്. അപ്പൊ ഉറക്കത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഭഗവാനെ, ആടി പറ. എടി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഞാൻ നിന്റെ പേഴ്സിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിനെന്താടി, നാളെ കോളേജിൽ വരുമ്പോ തന്നാ പോരെ? അല്ല, അതില് പ്രശ്നമുള്ളൊരു സാധനമുണ്ട്. എന്ത്? അത് കോണ്ടം. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അന്നായിരിക്കും നിന്റെ ഇവിടുത്തെ അവസാന രാത്രി. ക്ലീനിങ് സ്റ്റാഫുകൾ രാവിലെ ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കും. അതിനു മുമ്പ് പേഴ്സ് അവിടെ നിന്ന് എടുക്കണം. നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ആഗ്രഹമുണ്ടടി, പക്ഷെ നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും.
എടി നിനക്ക് ഒറ്റയ്ക്ക് വെക്കൂടെ? നിന്റെ അമ്മയുടെ സ്കൂട്ടർ അവിടെ ഉണ്ടല്ലോ, അതെടുത്തോണ്ട് പോവാലോ. ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? സെക്യൂരിറ്റി കാണുന്നതിന് മുമ്പ് പേഴ്സ് അവിടുന്ന് തിരിച്ചെടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാകും. കൃഷ്ണ, ഞാൻ അജീനൊന്ന് വീട്ടിൽ കൊണ്ടുപോണ്ട്. ന്യൂ ഇയർ ഒക്കെ അല്ലേ? അതെ, അവന് മദ്യമൊന്നും കൊടുക്കരുത് കേട്ടോ. മദ്യം ഞാൻ കൊടുക്കുവോ? ബീറേ കൊടുക്കുള്ളൂ. ഈ മാമനാണ് അവനെ നശിപ്പിക്കണത്. ആ സ്കൂട്ടിയുടെ കീ ഒന്ന് തരുമോ? ഇപ്പോഴോ? ആ ഒരു ഫ്രണ്ട് ടൗണിൽ വന്നിട്ടുണ്ടെന്ന് പിക്ക് ചെയ്യാനാ. താങ്ക്സ് ചേച്ചി. പിന്നെ ഈ നാളെ രാവിലെ കൊണ്ടുതന്നു. ഉറക്കം കളയാൻ വയ്യ. ആ ശരി. നമുക്ക് കോളേജിലൊന്ന് ഇൻഫോം ചെയ്താലോ? എന്നിട്ട് എന്താവാൻ? അക്ബറാണ് അവിടുത്തെ സെക്യൂരിറ്റി. പ്രേതം എന്നൊക്കെ പറഞ്ഞ അയാൾ വടിയെടുത്ത് ഓടിക്കും.
നിനക്ക് കപ്പാസിറ്റി ഇല്ലെന്ന ചേട്ടന്മാര് പറയണ്. ഈ അടിക്കടാ. അവിടെ അവളാരാന്ന് അവളുടെ വിചാരം. ആര്? ഗായത്രി മാമ. ഇനി എന്റെ പട്ടി അവൾക്ക് മെസ്സേജ് അയക്കും. പറ ഗായത്രി. ബിസിയാണോ? എൻ്റെ കൂടെ ഒന്ന് കോളേജിലേക്ക് വരുമോ? ഇപ്പോഴോ? പേഴ്സ് അവിടെ മറന്നു വെച്ചിരിക്കാം. അത് സെക്യൂരിറ്റിയെ കൊണ്ടെങ്ങാനും. നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ വരാം, എനിക്കെന്താ കുഴപ്പം? ശരി, ഞാൻ വീടിന് മുന്നിലുണ്ടാവും. ഗായത്രിയാ അവളുടെ കൂടെ ഒന്ന് കോളേജിലേക്ക് ചെല്ലുമെന്ന്. അവളുടെ പേഴ്സ് അവിടെ മറന്നു വെച്ചിരിക്കത്ര. പേഴ്സ് എടുക്കാനാ? ഈ രാത്രിയിലാ? ആ മാമ. അതിപ്പോ പേഴ്സ് എടുക്കാൻ രാത്രിയിലൊക്കെ ചെല്ലാം എനിക്കങ്ങോട്ട് ദഹിക്കണില്ലാട്ടാ. എനിക്കും സെക്യൂരിറ്റി കൊണ്ട് അങ്ങനെ എടുപ്പിച്ചാ പോരെ. ഇതാ തന്നെ പ്രപ്പോസ് ചെയ്യാൻ. ഓ മാമ, ഈ മിണ്ടാണ്ടിരുന്നൊക്കെ ഈ സർപ്രൈസ് തരാൻ വേണ്ടിട്ടായിരിക്കും. ഈ പെൺപിള്ളേരെ സൈക്കോളജി ഒന്നും എന്റെ പോലെ നിനക്കറിയില്ലല്ലോ. ഇതാ തന്നെയാ. അല്ല, ചേട്ടന്മാരെങ്ങനെ അറിഞ്ഞാലോ പ്രശ്നാവില്ലേ? ഇവന്മാരോട് ചോദിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത്. ഈ അടിക്കടാ, ഒരു കുഴപ്പമില്ലടാ. ഓ അയ്യടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? അതെ, നീ ശരിക്കൊന്ന് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോയാ മതി. ഈ ഡ്രസ് വേറെ? ഇതൊക്കെ പഴയ ഡ്രസ്സല്ലേ. ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത്, ന്യൂ ഇയർ നൈറ്റ്. അപ്പോ നീ എന്റെ പുതിയ ഡ്രസ് അങ്ങോട്ട് എടുത്തിട്ടോ, പൊള്ളിക്കും നീ. അല്ല, അത് മാമൻ ഇതുവരെ ഇടാത്ത ഡ്രസ്സല്ലേ? നീയും ഞാനും തമ്മിൽ എന്താണ്ടാ വ്യത്യാസം? നീ അത് ഇട്ടണ്ടല്ല രാജകുമാരനാ. നീ അങ്ങോട്ട് തിളങ്ങും. ഹലോ, അതെ ഞാനെത്തി. നീ അത് കണ്ടല്ല രാജകുമാരനാ. നീ അങ്ങോട്ട് തിളങ്ങും. നീ എന്താ ഈ കോലത്തില്? ഒരു പൂമാലയും കൂടെ ആവായിരുന്നു. വരണില്ലേ? ഉമ്മാക്ക് എന്താ പറ്റിയ? അത് മുത്തപ്പ കുറച്ച് പ്രശ്നമാണ്. ഉമ്മനെ ഐസിയുലേക്ക് മാറ്റി. മനാഫേ, എടാ നീ കുറച്ചേരം ഇവിടെ ഇരിക്ക്. ഞാൻ ഉമ്മനെ പോയി കണ്ടിട്ട്. അല്ലപ്പോ ഞാൻ എടാ കുഴപ്പമൊന്നുമില്ലടാ, ഇവിടെ ഒന്ന് ഇരുന്നാ മതി. വണ്ടിയിട്. ഒരു മിനിറ്റ് പിടി. പോ. നീ എവിടെയാ? ഞാൻ പുറത്തുണ്ട്. എടാ നീയേ ഒന്ന് കോളേജിൽ പോയിട്ട് വാ. കോളേജിൽ പോവാനാ? എന്താണ്? അവിടെ ഒന്നും ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്താനാ. ന്യൂ ഇയർ ഒക്കെ അല്ലേ? അപ്പൊ എന്റെ ന്യൂ ഇയർ
എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തോണ്ടാ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്തൊരു പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഡേയ്, അറിയാല്ല, ഞാൻ ചാത്തൻ്റെ ആളാണ്. നിനക്കൊക്കെ ജീവിതകാലം മൊത്തം കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വകുപ്പുണ്ടാക്കി വെച്ചോളാം. ഞാൻ വന്നിട്ട് കുടിച്ചാൽ മതി, കേട്ടല്ല? ഡേയ്, നിന്റെ കൂടെ പ്രത്യേകിച്ച് പറയേ. നിങ്ങക്ക് ഓർമ്മയുണ്ടോ പണ്ട് കോളേജിൽ ന്യൂ ഇയറിന് നമ്മൾ സാരി ഉടുത്ത് പോകാറുള്ളത്? ഓ, അന്നവളെ സാരി ഉടുപ്പിക്കാൻ പെട്ട പാട്. അതൊക്കെ അന്തക്കാലം. ഇപ്പൊ ഞാൻ നല്ല നൈസായിട്ട് സാരി ഉടുക്കും മോളെ. അതെ, ഞാൻ ഒരു സജഷൻ പറയട്ടെ. നമുക്കിപ്പോ കോളേജിൽ പോയാലോ? പണ്ടത്തെ പോലെ സാരി കൊടുത്തിട്ട് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ. അതെ, ഇവിടെ വെച്ച് തന്നെ വേണം. ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല സഖാവേ. ഇതാ ബെസ്റ്റ് വൈബ്. ഈ മന്ദാകിനി കട ഇങ്ങനെ തുറന്നു കിടക്കണ കാരണേ ഒരൊറ്റൊരുത്തിന് ബാധി വരില്ല. അത് മാത്രമല്ല, ഇവിടെ ഭയങ്കര ലൈറ്റ് ആണ്. ന്യൂ ഇയർ അല്ലേ? നടക്കാണ്. സാധാരണ ഗ്രഹണമല്ല, സൂപ്പർ ബ്ലഡ് മൂൺ എന്നാ പറയണ. നൂറ്റാണ്ടില് ഒരിക്കൽ മാത്രം നടക്കണ ഗ്രഹണം. എന്താ പ്രത്യേകത? ഗ്രഹണ സമയം കൂടുതല. കൃഷ്ണ, എന്റെ മനസ്സ് പറയുന്നു ഇന്ന് രാത്രി ഒരു മരണം നടക്കും. നീ വേഗം വണ്ടിയുടെ പുറത്ത് പോ. വണ്ടി പോ അങ്ങോട്ട്. Too easy. I come and they leave me. I'm the boy that they see on the TV. If it's me on the cake, they would eat me. Now they want a slice for the appetite. Yeah, honeys, they be where the bees be. Don't give the ring to them Gollum guys. My precious, they wanna believe me. അങ്ങോട്ടെടുത്ത്. ഗ്രഹണത്തിന് ഇനി എത്ര സമയം കൂടി ബാക്കിയുണ്ട്? 1 മണിക്കൂർ കൂടി.
സെയിം സ്വപ്നമാണല്ലേ? ഈ കൈ എന്നെ രക്ഷിച്ചത് ഇതേ വള. മന്ദാകിനിയോ? എല്ലാവരെയും കൊല്ലണം മന്ദാകിനി. എന്നെ മാത്രം തന്നെ വെറുതെ വിട്ടു. അത് ഓൾറെഡി അന്നൊരാളെ കൊന്നുകൊണ്ടായിരിക്കില്ലേ? അല്ല, വേറെന്തോ ഒരു കാരണമുണ്ട്. നീ എന്താ ശരിക്കണോ? ഏയ് ഒന്നുമില്ല. നീ എന്നോട് പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന്. ഉണ്ടാവാൻ പാടില്ലാത്തതാ. ഇതേതോ നോസ്റ്റടിച്ച് വന്നാന്ന് തോന്നുന്നുണ്ട്. ഈശ്വര പെട്ട്. ഈശ്വര സോറി, ആ ഫ്ലോയിൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മാത്സ് ഡിപ്പാർട്ട്മെന്റ് വഴി സ്കൂട്ടായാലോ? വാ. ആരാ? ആരുമില്ല. ആരുമില്ല. അയ്യോ, പേടിച്ച്. ഹലോ ഉപ്പ, ഇവിടേക്ക് ആരൊക്കെ ഉണ്ട് ഉപ്പ? ആര്? എടാ, അതൊക്കെ വെറും തോന്നലാണ്. ഇല്ലുപ്പ, ശരിക്കും ഇവിടെ ആരുണ്ട് ഉപ്പ? എനിക്ക് പേടിയാവുന്നു ഉപ്പ. എടാ, പ്രേതമൊന്നുമില്ല ഇവിടെ, ഞങ്ങളൊക്കെ ഇല്ലേ. എടാ, നീ ഒരു ഉറക്കം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകും. ഉറക്കം വരുന്നില്ല ഉപ്പ. എടാ, നീ ഒരു 1 മുതൽ 100 വരെ എണ്ണ, അപ്പോഴത്തേക്കും നിനക്ക് ഉറക്കം വരും. മനസ്സിലായ? എടാ, പ്രേതമൊന്നുമില്ല. നീ ഫോൺ അയക്കടാ. പോ. മന്ദാകിനി. ഒന്ന്, രണ്ട്. ഹലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഗേറ്റ് വഴി വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. മതിലയാടി വരാമല്ലോ. ഞാൻ കാട് വഴി വന്നോളൂ. ഈ പട്ടി എന്തെങ്ങനെ കുറക്കണേ? അജി ഇതുവരെ വന്നില്ലേ? ഹലോ മാമ, അജി അവിടെ ഉണ്ടോ? അവ ഉറങ്ങിയില്ലോ. ഇനിയിപ്പോ നാളെ വിടാ. അടിച്ച് പൂസാക്കിയില്ലേ? ന്യൂ ഇയർ ഒക്കെ അല്ലടാ. അജി അവിടെ ഉണ്ട്, ടെൻഷൻ അടിക്കണ്ട. നീ വിട്ടോ, വിളിച്ചാ മതി.
പേടിപ്പിക്കാനായിട്ട് എന്തായിട്ട് അജി രണ്ടു വഴിയാ അജി അജി ഗായത്രി 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 ഹലോ നീ ഇതെവിടാ? ഗായത്രി ഇവിടെ വാ ഗായത്രി ഇങ്ങോട്ട് വാ ഗായത്രി ഇവിടേക്ക് വാ ഗായത്രി ഗായത്രി ഇവിടേക്ക് വാ ആ പറയണ. ആ ഹലോ. ഇവിടെ എങ്ങും ആരുമില്ലണ്ണ. ആകെ പാടൊരു ശ്മശാന മൂകത. നീ എന്തായാലും കോളേജിന്റെ ഉള്ളിൽ കയറി നോക്ക്. അയ്യോ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് ഒറ്റയ്ക്ക്? നീ കാടിന്റെ അവിടേക്കൊന്നും പോണ്ട. ജസ്റ്റ് കോളേജ് മാത്രം നോക്കിയാൽ മതി. പോണ പോവാം കേട്ടാ. പിന്നെ എനിക്കതിൽ പണി മന്ദായി. കംപ്ലീറ്റ് മേക്ക് ഓവർ ആയല്ലേ? But the emotion is same. അതെങ്ങനെയാടാ പ്രേതപ്പാട്ടാവണേ? പിന്നെ പ്രേതങ്ങൾക്ക് ആകാശെങ്കിലും പാട്ട് മാത്രം പാടാന്നുണ്ടോ? എടാ നീ ഫോൺ വെച്ചിട്ട് പോയേ. മനപ്പേ ഫോൺ പോയി. വണ്ടി ഇട്. ആരാടാ? അപ്പോ ഞങ്ങളൊരു 5 കിലോമീറ്റർ ഇപ്പം എത്തും.
വണ്ടിയുടെ എന്താടാ? അത് മുത്തപ്പ ഉമ്മക്ക് നിങ്ങളെ കാണണ്ടെന്നാണ് പറയുന്നത്. എന്താണ്? പ്രായത്തിന്റെ വണ്ടി വെച്ചിട്ട് പോമേ. വണ്ടി കോളേജിലേക്ക് വിട്. അവൻ്റെ ഒരു പ്രേതവും പൊണ്ണാക്കും. എന്നിട്ട് ഇപ്പൊ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചപ്പോ മാമന് സമാധാനമായല്ലോ. എന്റെ ലൈഫ് പോയി. ഇവൻ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റാതെ കൂടെ ഒന്ന് പറഞ്ഞു. അല്ല ഞാൻ ഇതെന്താടാ ആളുകളുടെ സംസ്ഥാന സമ്മേളനം? അല്ല അത് ഞാൻ അല്ല അത് ഗായത്രി 16 തികയാത്ത പാൽക്കാരൻ പയ്യൻ. അപ്പൊ ഇതൊക്കെ ഒറിജിനലായിരുന്നല്ലേ? നമ്മള് പുരോഗമന സംഘങ്ങളാണ്. പാർട്ടിയുടെ പുതിയ സ്റ്റാൻഡ് അറിയാലോ. എന്നാലും ഈ മാതിരി ചെറ്റത്തരം കാണിക്കുന്നമാരെ സഖാവ് വീണ്ടുന്നോ? ചെറ്റത്തരം എന്ന് പറയാൻ ചെറ്റക്കുടിയിൽ താമസിക്കുന്നവരെ അധിക്ഷേപിക്കലാണ്. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന് വക്താക്കളാണല്ലോ. ഇത് കറക്റ്റാ, പൊളിറ്റിക്കലും കറക്റ്റാ. ദുരന്തമാണല്ലോ താൻ. എന്നാൽ ഈ പെണ്ണിനെ ഞാൻ എവിടെ കണ്ടു? താനവിടെ പെറ്റിടുന്നു. ആ കിട്ടി. സഖാവേ ഇതാ സംഗീതയുടെ മോളാ. പൊക്ക്. അല്ല ഞാൻ പൊക്കടാ. ഓരോരോ അവസ്ഥ. സഖാവേ നോക്കി എന്തവിടെ നടക്കണെന്ന്? സോറി മൈരി. അങ്ങനെ പറ. സമാധാനം. താനൊരു കാര്യം ചെയ്യ്, ഭാരതിയെ ഫോളോ ചെയ്യ്. പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പെണ്ണ് ചെക്കനത് അവിടെ പോയി. ഞാൻ ഒളിച്ചിരിക്കുകയാണോ? പേടിപ്പിക്കാനായിട്ട് ഓരോ സാധനം കൊണ്ടിറങ്ങിയിരിക്കുക.
ആര് പേഴ്സ് മറന്നു വെച്ചതാ. എന്റെ സ്റ്റേഷൻ പരിധിയിലാ. എന്തൊരു കെയർലെസ് ആയിട്ടല്ലേ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണേ. ആ പോണ വഴിക്ക് കൊടുക്കാം. ഗായത്രി, ഗായത്രി, എവിടെ പോയി? ഇവര് ശരിക്കും ബസർക്ക വന്നാണോ? ചതിക്കല്ലേ? Smart girls once lived here. Smart girls. നല്ലോള പേര്. നീ വന്നേ. എടി എല്ലാവരും കൂടെ ഒരുമിച്ചോ. വാ നിക്ക്. ഒന്ന് ചിരിക്കടി. ഗായത്രി എവിടെ? അത് എനിക്കറിയില്ല. എന്റെ അടുത്ത കോഡ് നിന്റെ അമ്മയ്ക്കായിരിക്കും പോകുന്നത്. വിളിക്കണം. വേണ്ട, അവള് കോളേജിൽ പോയിരിക്കുക. പേഴ്സ് ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകൂല. മോഷ്ടിക്കേണ്ടി വരും. അവര് പോലീസുകാരിയാ. അതിനെന്താ, നിന്റെ പേഴ്സല്ലേ? വാ. ദുർഗയ്ക്ക് ഒരുപാട് പ്രശ്നമുണ്ടടി. നിങ്ങളെയൊക്കെ കണ്ടാലെങ്കിലും ബെറ്റർ ആവുന്ന വിചാരിച്ചു. എവിടെ എന്തായി? ഗ്രഹണം തുടങ്ങിയോ? എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നീ ഉറങ്ങണ്ട. അവളെ ഒന്ന് ബെറ്റർ ആക്കാൻ എന്താടി ചെയ്യാ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ തന്നെയുണ്ട്. ഒരു പോലീസുകാരുടെ സാധനം അടിച്ചു മാറ്റാൻ മാത്രം ആയടി നീ. മാഡം ഇത് എന്റെ പേഴ്സാ. സത്യമായിട്ട് എന്റേതാ. ഈ പേഴ്സ് എടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ രാത്രി തന്നെ വന്നത്? അതിലെന്തോ പന്തികേടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല മാഡം. വിട്ട് കളയടി. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? വല്ല ഡ്രഗ്സ് ഉണ്ടെങ്കിലോ? അമ്മ എടുത്ത ടീച്ചറാ. കണ്ട ആകെ പ്രശ്നാവും, അതാ. പൊക്കോ. ഒരു മിനിറ്റ്. എടാ മനാഫ് അവിടെ പേടിച്ച് വരച്ചിരിക്കുക. നീ ഒന്ന് കോളേജ് വരെ പോയിട്ട് വരും. അതിപ്പോ ചെയർമാൻ നിൽക്കുമ്പോ എഡിറ്റർ പോണത് മോശമല്ലേ? അത് കാര്യാക്കണ്ട, ക്രെഡിറ്റ് നീ എടുത്തോ. അത് പ്രശ്നമാണ്. ഞാൻ അത്യാവശ്യം ഹൈരാർക്കിയൊക്കെ നോക്കുന്ന ആളാ. നേതാവ് പോയാ മതി. എടാ എനിക്ക് പേടിയടാ, അതുകൊണ്ടല്ലേ.
എനിക്ക് ഈ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരാളുണ്ട്. ഹലോ രഞ്ജിയേട്ടാ, നന്ദുവേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവോ? ഇന്നെന്തായാലും ഉറങ്ങൂല. ആ ഓക്കെ. നന്ദുവേട്ടൻ ഉറങ്ങിണ്ടാവില്ല എന്നാ പറയണേ. ഒന്ന് പോയി നോക്കിയാലോ? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ കോളേജിലാണല്ലേ? നിങ്ങൾക്ക് മന്ദാകിനിയെ കുറിച്ച് എന്തറിയാം? പ്രേതമാണെന്നറിയാം. ആഹാ, നല്ല ഫ്രഷ് ഇൻഫർമേഷൻ. ഞാൻ ചോദിച്ചത് അതല്ല. മന്ദാകിനി എന്ന രാജകുമാരിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മന്ദാകിനിയെ പണ്ട് കൊട്ടാരത്തിൽ വെച്ചുണ്ടായ വലിയൊരു യുദ്ധത്തില് കപാലര് കൊന്നൊന്നും അവര് കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ എന്തോ യക്ഷിയായി മാറിയെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. മന്ദാകിനി ഒരു ദുർമന്ത്രവാദിയായിരുന്നറിയോ? പണ്ടുകാലത്ത് ആൺമക്കളില്ലാത്ത കൊട്ടാരങ്ങളിൽ പെൺമക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടി രാജാക്കന്മാർ ചെയ്തിരുന്ന കാര്യം അവരെ കുട്ടിക്കാലം മുതലേ ദുർമന്ത്രവാദം അഭ്യസിപ്പിക്കുന്നത്. സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത്. രാക്ഷസ രാജകുമാരിമാരെന്നാണ് അവരെ വിളിക്കുക. അങ്ങനെയുള്ളൊരു രാക്ഷസ രാജകുമാരി ദുരാത്മാവായാൽ എന്തുണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മന്ദാകിനിയെ ദുർമന്ത്രവാദം പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക് പോലും അവളെ തടയാനായില്ല. ഒടുക്കം സഹികെട്ട കിഴക്കത്തൂർ നമ്പൂതിരിമാരെ എത്തിക്കേണ്ടി വന്നത്. അവർക്കും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. 101 ദിവസം എടുക്കേണ്ടി വന്നു മന്ദാകിനിയെ തളയ്ക്കാൻ. അന്ന് കൊട്ടാരത്തിന് പുറകിലുള്ള കൊടുങ്കാട്ടിലേക്ക് ആരും പേടി കാരണം പോകാറില്ല. രാവണവനം എന്നായിരുന്നു അതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലെ കിണറിൽ മന്ദാകിനിയെ തളച്ചത്. ഭാവിയിൽ എവിടം കോളേജ് ആവുമെന്നും ആളുകൾ കാട്ടിലേക്ക് പോകുന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. പക്ഷെ ആ കിണറിനധികം പഴക്കം തോന്നുന്നില്ലല്ലോ. അത് 1971 പൂജയ്ക്ക് വേണ്ടി മാറ്റിപ്പണിതതാ. ഓ, അങ്ങനെയായിരുന്നല്ലേ. അങ്ങനെയുള്ള ആ കിണറിന് ചുറ്റും മന്ത്രപ്പൂട്ടിട്ട 10ഓളം തകിടുകളാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ആ തകിടാണ് മന്ദാകിനിയുടെ ശക്തിയെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഗ്രഹണ സമയങ്ങളിലുള്ള കോസ്മിക് റേസ് തകിടിൻ്റെ ശക്തി കുറയ്ക്കും. ഓട്ടോമാറ്റിക്കലി മന്ദാകിനിയുടെ ശക്തി ആ സമയങ്ങളിൽ കൂടും. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, മരണങ്ങൾ നടക്കുന്നതൊക്കെ ഗ്രഹണ സമയങ്ങളിലാണ്. നിങ്ങളുടെ കൂട്ടുകാരനോട് ഇനി എന്ത് ശബ്ദം കേട്ടാലും കാട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞേക്കും. കലിംഗ ഡൈനാസ്റ്റി BC 500. ഇതാ പയ്യനൽ. അല്ല മാഷേ, എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ. മന്ദാകിനിക്ക് കാടിന്റെ പുറത്തേക്ക് വരാൻ പറ്റുമോ? ആ തകിടുകളുള്ളിടത്തോളം പറ്റില്ല. പാട്ട് പാടാൻ പറ്റുമോ? നിനക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടോ? മനാഫ കോളേജിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാട്ട് കേട്ടുന്നാ പറഞ്ഞത്. എന്താന്ന്? മനാഫ കോളേജിൽ നിന്ന് കുറെ പെണ്ണുങ്ങളുടെ ഒക്കെ പാട്ട് കേട്ടുന്നാ പറയണേ. വേറെയും കുറെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്.
ഇത് എടാ കോളേജിൽ ആരും ഇല്ലെന്നല്ലേ നീ പറഞ്ഞേ? ആരുമില്ല ഉറപ്പ്. ഞാൻ നോക്കിയല്ലേ ഇവിടെ ആരുമില്ല. നിങ്ങളാ മനാഫിനെ ഒന്ന് വിളിക്ക്. ഇവിടെ ആരായിരിക്കും നിന്റെ അമ്മായിപ്പനാ? മുത്തപ്പ ഒന്നുമില്ല, നീ വെക്കോ. എടാ നിന്റെ അമ്മായിപ്പനാണോന്ന്? കോപ്പിലെ പ്രേതം. അല്ലോ നമുക്ക് വീട്ടിൽ പോ. നീ ഗേറ്റ് തുറക്കടാ. ഗേറ്റ് തുറക്കാൻ. നീ എന്ന് എനിക്ക് പ്രേതനെ കാണിച്ചിട്ട് പോയാ മതി. ഗേറ്റ് തുറക്ക്. ഗേറ്റ് വാ. എവിടെ എവിടാ പ്രേതം? പ്രേതം എവിടെന്ന്? അല്ലോ ഇപ്പൊ കാണാൻ പറ്റാത്ത കൊണ്ടല്ലേ അതിനെ പ്രേതം എന്ന് വിളിക്കുന്നേ. കേട്ടാ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ. എന്താടാ? ഹലോ, എന്തായി അജിമോനെ? നീ ഒറ്റടുത്ത് കാറിയാടി അവസ്ഥയിലായിരുന്നു. നിനക്കെന്തൊരു പ്രാന്തായോ? ഓടി വട്ടി നീ ഇങ്ങനെ കരയാതെ സെക്യൂരിറ്റി വരാൻ കേൾക്കും. അത് എന്റെ എല്ലടാ പൊട്ടോ. അതെന്റെ ഫ്രണ്ടിന്റെയാ. എന്റെ പേഴ്സിൽ മറന്നു വെച്ചിരിക്കായിരുന്നു. സിഗരട്ടോ? അതെന്റെയാണെങ്കിൽ എന്തേ വല്ല കുഴപ്പമുണ്ടോ? അയ്യടാ അവന്റെ ഇളി നോക്ക്. ആരാത്? ഓടിക്കോടാ. ആരാണ്? ആരാണ്? വന്നാളെ വന്നാളെ വന്നേ വന്നേ വന്നാളെ മുന്നാളെ മുന്നാളെ മുന്നേ മുന്നാളെ കണ്ണാളെ കണ്ണാളെ കണ്ണേ കണ്ണേ കണ്ണാളെ പിന്നാലെ പിന്നാലെ ദൂരത്തുണ്ടേ തരികിടയാണേ പൊട്ടി പൊട്ടി പൊടി അടവുകൾ വേണേ കട 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 പൊർക്കളമാണ് പോട്ടാ പാടാ തട തട താടകയാണേ പിടിവീടാൻ മാരണമാണ് എടി ഇത് വേണോ? 10-30 വയസ്സായില്ലേ? ഇനിയും പണ്ട് കേട്ട തള്ളു കഥയും വിശ്വസിച്ചിരിക്കണോ? വാടി. ചേട്ടാ, കോളേജിൽ കുറെ പേരുണ്ടെന്നാ പറയണേ. നീ കോളേജിൽ എവിടെ വരെ പോയിന്നാ പറഞ്ഞേ? ഞാൻ മന്ദാനിക്കാട്ടി പോയി. മന്ദാനിക്ക് ഉമ്മ കൊടുത്തന്നെ. മന്ദാനി പാവണ്ണ അണ്ണ വിചാരിക്കണ അല്ല, വെറും പാവം. നീ നാളെ വീട്ടിലേക്ക് വേണം. ബാക്കി ഞാൻ നേരിട്ട് തരാം. നീ ആ ചെക്കനൊന്നോട് വിളിച്ചേ.
കാര്യം ചെയ്യും, ഞാൻ ഈ വഴി നോക്കാം, നിങ്ങൾ ഈ വഴി നോക്കാം. നീ എല്ലാം കൂടെ തന്നെ കാണണേ. എടാ നിക്കാനാ പറഞ്ഞേ. ഒന്ന് പതുക്കെ പോപ്പാ. ദുർഗ, അനു, ദുർഗ, ബബി, ദുർഗ, എടി, നീ ഇതെവിടെയാ? അനു, നിങ്ങളിത് എവിടെയാ? ദുർഗ, ദുർഗ, ഇതിലേ ഒന്നുകൂടെ ട്രൈ ചെയ്. കോളേജിൽ വന്നു എന്ന് വെച്ച് കാട്ടി പോണമെന്നൊന്നും ഇല്ലല്ലോ. വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദുർഗ, അവിടെ ആരോ. ഞങ്ങളുടെ കിണറിന്റെ അവിടെ ഉണ്ട്. വാ 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 വാടി. ദുർഗ, ദുർഗ, നമ്മളിവിടെ കിണറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വാ, വേഗം വാ.
സാറായിരുന്നോ? സാറേ, സാർ ഇതിനു വേണ്ടി ഇവിടെ വരെ ഓടി വന്ന്. എന്ത് ചെയ്യാനാ? പുതിയ പ്രിൻസിപ്പൾ ആകാൻ പോകുന്ന ആളല്ലേ, ചെയ്തല്ലേ പറ്റൂ. എന്ത് കരുതലാണ് ഈ മനുഷ്യൻ. കേട്ടില്ലേ? അതാണ് കേരള സൂര്യൻ തന്നെ. സാറൊന്ന് മാറിയേ, മാറി മാറി ഒന്ന് വാടാ. മോളെ ഗായത്രി, മോളെ 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 ഗായത്രി, എടാ മോളെ മോളെ ഗായത്രി, മോളെ 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 മനാഫേ, പോയി കയറെടുത്തോണ്ട് വാ. പോടാ, പോയി കയറെടുത്തോണ്ട് വരാൻ. എന്തുപറ്റി? ഈ കൊച്ചു കിണറ്റിൽ ചാടാൻ നോക്കി. ഞാൻ കണ്ടോട്ട് രക്ഷപ്പെട്ടു. ഞാനും. എന്തു പറ്റിയടാ? കിണറ്റിൽ ചാടാൻ നോക്കിയെന്ന്? എന്താ പറ്റിയേ? എനിക്കറിയില്ല. അവിടെ വരെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഹിപ്നോട്ടൈസ്. എടാ മനാഫേ, ഹലോ 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 എടാ എടാ ഹലോ എടാ എന്താ അവിടെ അവസ്ഥ? എടാ ഒന്നും പറയണ്ട, ഒരുത്തൻ കിണറ്റി ചാടി അവനെ രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എടാ ഞാൻ വിളിക്കട്ടോ. എടാ എടാ ഹലോ ഹലോ ഹലോ. ഈ കട്ടാവണ്ടിരുന്നത് നന്നായി. അവിടെ നടക്കണ എന്താന്ന് അറിയാൻ പറ്റൂല. അല്ല, നമുക്ക് ഈ ഫയർഫോഴ്സിനെ എങ്ങാനൊന്ന് വിളിച്ചാലോ? അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ആ കിണറ്റിൽ വീണ ആരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതിനത്ര ആയുസ് കാണുള്ളൂ. ഫോൺ തന്നെ. ഹലോ 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 അജി ഇന്ന് കോളേജിൽ പോയിരുന്നോ? പറയടോ. അത്യാവശ്യം വന്നപ്പോ അവനിപ്പോ വരും. ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ആർക്കെല്ലാം വണ്ടി ഓടിക്കാൻ അറിയോ? എനിക്കറിയാം. വാ. ചേട്ടാ ചേട്ടാ നമ്മളിപ്പോ വലിക്കുന്നത് ആ പയ്യനെ തന്നെയാന്ന് എന്താ ഉറപ്പ്? ചില സിനിമകളില് ഞാനും കണ്ടിട്ടുണ്ട്, വലിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് രൂപങ്ങൾ കയറി വരുന്നത്. എന്തായാലും വലിച്ചു നോക്കാം.
ആരോ നിലാവിൻ വാതിൽ തുറന്നേ വരുമീ നേരമോ കാണുന്നതെല്ലാം പൊയ് തോന്നലാണോ അറിയാനാശയാ തന്നെ നീയേ ഇനി എന്നരികെ നീയേ ഉയിരേ ഇനി എന്നരികെ അജയ് ഗായത്രി എന്നെയാ വിളിക്കുന്നത്. എന്നാലും മന്ദാകിനി നിന്നെ എന്താ കൊല്ലാതെ വിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെന്താ ചേട്ടാ അങ്ങനെ പറയണേ? പിന്നെന്നെ മന്ദാകിനി കൊല്ലണായിരുന്നാ? അതല്ലടാ പൊട്ട, ആ കിണറ്റിൽ വീണ് ആരും തന്നെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അജിമോനെ, എടാ എടാ ചക്കരെ, നിനക്ക് എന്തേലും പറ്റിയോടാ? നിന്റെ ഷുഗറും പ്രഷറൊക്കെ നോക്കിയായിരുന്നോ? അതെന്തിനാ മാമ? അത് നോക്കിയിട്ടില്ലേ? എല്ലായിടത്തും എന്റെ കൈ തന്നെ വേണമെന്ന് വെച്ചാ വന്നേ 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 വാ വാ ആണെങ്കി ഞാൻ വേണം. കൃഷ്ണ, കൃഷ്ണ. ഓ, എന്താണ്? ഹജി ഇങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? ഇല്ല. രാക്ഷസ റാണിമാരിലെ രണ്ടാമത്തവള്, മന്ദാകിനിയുടെ അനിയത്തി, ഹജിയുടെ ലവർ ഗായത്രി. കലിംഗയിലെ രഹസ്യങ്ങൾ എക്കാലവും ദുരൂഹമായിരുന്നു. ആ ദുരൂഹതയുടെ പൊരുൾ തേടി ഒരുപാട് യുദ്ധങ്ങൾ അരങ്ങേറിയെങ്കിലും വിജയം എല്ലാ കാലവും കലിംഗയ്ക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് നീചമായ ഒരു തീരുമാനത്തിലെത്തി. നായാട്ടിനായി ചെറു സംഘത്തോടൊപ്പം
ഗോദാപുരിയിലെത്തിയ രാക്ഷസ രാജകുമാരിമാരെ അടിമബന്ദികളാക്കുക. എന്നാൽ രഹസ്യങ്ങളുടെ താഴ്വരയായ കലിംഗയിലെ അവകാശികൾക്കും രഹസ്യങ്ങളുണ്ടാകുമെന്ന് അവരോർത്തില്ല. അന്ന് അവർക്ക് മനസ്സിലായി കലിംഗയിലെ യഥാർത്ഥ രഹസ്യം, ദ റിയൽ സീക്രട്ട് ഓഫ് കലിംഗ. എല്ലാവരെയും കൊല്ലണം മന്ദാകിനി. എന്നെ മാത്രം തന്നെ വെറുതെ വിട്ടു. വേറെന്തോ ഒരു കാരണമുണ്ട്. പകയായ നെഞ്ചിൽ പടർന്നു ജ്വാലയായി.
ശാപമായി ഇടിവെട്ടി ഗുരുത്തോരാണേ തിര 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 ഭീകര ധീമഴ പെയ്യും തടുക്കാമോ അണയാത്തൊരു പകയായ നെഞ്ചിൽ പടർന്നു ജ്വാലയായി തക 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 താരേ തക തക താരേ തക തക താരേ തക താരേ